Hey, this is for you. This video found you for a reason and at the right time. നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. എൻ്റെ ടാരോട്ട് കാർഡ് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോവാണ്. ഓൾറൈറ്റ്, ജസ്റ്റ് വൺ കാർഡ് ബട്ട് കുറേ മെസ്സേജസ്. എന്താണ് ഈ സമയം നിങ്ങൾക്കുള്ള എക്സാക്റ്റ് മെസ്സേജ്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒരു കാര്യം ലൈഫിലുണ്ട്, ഓർ ഈ മെസ്സേജ് നിങ്ങൾ ഈ സമയം കേൾക്കണം. റൈറ്റ്, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്. സോ ഗൈസ്, നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. റൈറ്റ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ആൻഡ് ഈ സമയം നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങളുടെ അനുഭവം നിങ്ങളെ എത്രമാത്രം കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് കണക്ഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന നല്ലതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് നിങ്ങളെ കൂടുതൽ ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ പറ്റി വിഷമിക്കരുത്. ഓക്കെ, ഞാനത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ വന്നു, അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങൾ ചോദിച്ച് ഹേർട്ട് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഓരോ കാര്യത്തിനും ഓരോ അനുഭവത്തിനും ഓരോരോ റീസൺ ഉണ്ട്. ഓൾറൈറ്റ്, സോ എന്ത് ഇഷ്ടമാണോ നിങ്ങൾക്ക്, അത്ര ചില കാര്യത്തിനോട് തോന്നിയിട്ടുള്ള എന്ത് ഇഷ്ടമാണോ നിങ്ങളെ അത്രയും പ്രയാസപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതിന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന്. റൈറ്റ്, സോ നല്ലത് വളരെ നല്ല രീതിയിൽ എടുക്കുക. ഇത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, നിങ്ങളുടെ മനസ്സ് ശരീരം ഒരുപാട് ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. റൈറ്റ്, നിങ്ങൾക്ക് ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓത്തൻറ്റിക് വേർഷൻ, അതായത് നിങ്ങളുടെ ഒരു ഓത്തൻറ്റിക് വേർഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എനിക്ക് എന്തൊക്കെ വേണം, ഞാൻ ആരാവണം, ഞാൻ എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു പാസ്റ്റ് എന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്നാണ് പഠിക്കുന്നത്. സോ ഒരിക്കലും നിങ്ങളുടെ തെറ്റുകൾ വലിയ തെറ്റുകളായിട്ട് കാണരുത്, ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് കാണരുത്. സോ യു നീഡ് ടു ലേൺ ഹൗ ടു ഫോർഗീവ് യുവർ സെൽഫ് ആൻഡ് others. ഈ സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വളരെ ഹെൽത്തി ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യുക. ഓരോ മൊമെൻറ്റും, അത് ഫിസിക്കൽ ഇൻറ്റിമസി ആയിക്കോട്ടെ, വളരെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുക. ബട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ആക്കുന്നുണ്ടെങ്കിൽ, യു ഹാവ് ടു പ്രൊട്ടക്റ്റ്, ഓർ ഈ സിറ്റുവേഷൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ളൊരു ആൻസർ കൂടിയാണ്. റിലേറ്റ് ചെയ്യാം ആൻഡ് സീ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ, നിങ്ങളുടെ പുതിയ വേർഷൻ, നിങ്ങളുടെ സ്ട്രോങ് വേർഷൻ, നിങ്ങളുടെ ഓത്തൻറ്റിക് വേർഷനിലേക്കാണ് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്.